എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? ഇപ്പോൾ കഴിഞ്ഞ ജൂലൈ വരെയുള്ള കണക്കെടുക്കുമ്പോൾ 85 എയർ ഇന്ത്യ വിമാനങ്ങൾക്ക് സാങ്കേതിക തകരാറുണ്ടായി. അഹമ്മദാബാദിലെ അപകടം മാറ്റി നിർത്തിയിട്ട് ഇപ്പം കഴിഞ്ഞ ദിവസം ഉണ്ടായത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള MP-മാർ അടക്കമുള്ളവർ പോകുന്ന വിമാനം ഡൽഹിയിലേക്ക് പോകുമ്പോൾ അതിന് സാങ്കേതിക തകരാറുണ്ടാകുന്നു. എമർജൻസി ലാൻഡിങ് നടത്തുന്നു. ലാൻഡ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് KC വേണുഗോപാൽ ഒരു വിവാദം ഉയർത്തിയിരിക്കുന്നു. അവിടെ റൺവേയിൽ വേറൊരു വിമാനം ഉണ്ടായിരുന്നു. ATC പറയുന്നു, എയർ ട്രാഫിക് കൺട്രോൾ പറയുന്നു, അങ്ങനെ വേറൊരു വിമാനം ഇല്ല. ഇപ്പോൾ BJPയുടെ വക്താവ് അമിത് മാളവിയ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ട്. എന്തോ ഒരു കള്ളത്തരമുണ്ട്. ഒന്നെങ്കിൽ ATC കള്ളം പറയുന്നു, അല്ലെങ്കിൽ KC വേണുഗോപാൽ കള്ളത്തരം പറയുന്നു. അപ്പോൾ ഇന്ത്യയിലൊരു പ്രധാനപ്പെട്ട ബ്രാൻഡാണല്ലോ എയർ ഇന്ത്യ. ഇപ്പോൾ 600ഓളം വിമാനങ്ങൾ എയർ ഇന്ത്യ വാങ്ങാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നേരത്തെ പൊതുമേഖലയിലുണ്ടായിരുന്നത് ടാറ്റയ്ക്ക് വീണ്ടും കൈമാറിയതിന് ശേഷം എയർ ഇന്ത്യ വിമാനങ്ങളെ ചുറ്റിപ്പറ്റി ആശങ്കകൾ ഉണർത്തുന്ന വാർത്തകൾ നിരന്തരം ഉണ്ടാകുന്നു. ഇത് എന്തെങ്കിലും അട്ടിമറിയാണോ? ഇന്ത്യക്കെതിരായുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ ഏറ്റവും പോപ്പുലറായ ഒരു ബ്രാൻഡിനെ തകർക്കാനുള്ള നീക്കം നടക്കുന്നുണ്ടോ? അങ്ങനെ നടന്നാൽ അതിൽ അത്ഭുതമില്ല. നടക്കുന്നുണ്ടോ എന്നുള്ളതിന് നമുക്ക് വ്യക്തമായ തെളിവൊന്നുമില്ലെങ്കിലും അഹമ്മദാബാദ് അപകടത്തിന് ശേഷം വളരെ പെട്ടെന്ന് എല്ലാവരും അത് പൈലറ്റ് എററാണെന്നും പൈലറ്റിൻ്റെ ആത്മഹത്യയാണെന്നും സ്ഥാപിച്ച് സന്തോഷിച്ച് കേസ് അവസാനിപ്പിച്ചു. അത് ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ബോയിങ് ഒരുപാട് തവണയല്ല, ഏകദേശം എല്ലാ തവണയും പൈലറ്റ് എററാണ് ബോയിങ് കയറി പിടിക്കുന്നത്. അതങ്ങ് സ്ഥാപിച്ചിട്ട് ആ നരേറ്റീവ് ഓടിച്ച് ഇപ്പോൾ എല്ലാവരും കഴിഞ്ഞു, പൈലറ്റ് എററാണ്. അപ്പോൾ അത് വന്നിട്ട് ഒരു തവണ ഒരു കമൻ്റ് അടിച്ചു, ഈ ആഫ്രിക്ക അൾജീരിയൻ വിമാനത്തിൻ്റെ അപകടം അങ്ങനെ എന്തോ. അപ്പോൾ അവർ പറഞ്ഞു അവിടേക്കുള്ളവർക്ക് വിമാനം ഓടിക്കാനൊന്നും അറിയില്ല, ആ റേസ് അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പോൾ അതിൽ നമ്മൾ ഒക്കെ പെടും. ഈ കറുത്ത വർഗ്ഗക്കാരാണ്, തൊലിനിറം വെളുപ്പല്ലാത്ത, തൊലിനിറത്തിൻ്റെ അല്ല, ആ ഒരു ഏഷ്യൻ വംശജർ. അപ്പോൾ അവർക്ക് ഈ വക സ്കില്ലൊന്നുമില്ല, അത് പറക്കുന്നേ ഉള്ളൂ. അതെ. അപ്പോൾ അങ്ങനെ വരുത്തി തീർക്കുക അവരുടെ ഒരു ആവശ്യമാണ്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ പൈലറ്റ് എന്ന് പറയുന്നത് വലിയ ഭീമാകാരമായ ഒരു സ്കില്ലാണെന്നും അത് ഇതുപോലത്തെ ആൾക്കാർക്കൊന്നും പറ്റില്ല, അത് ഞങ്ങൾക്ക് പറ്റുള്ളൂ പറയുക. ഫലത്തിൽ എല്ലാ വിമാനങ്ങളും യൂറോപ്യൻസിന് ഏകപ്പെട്ട ശമ്പളം കൊടുത്തിട്ട് അവരെ വരുത്തി അവരെ കൊണ്ട് പറപ്പിക്കുക. ഇപ്പം മൊത്തത്തിൽ നിങ്ങളുടെ എയർ സ്പേസ് അവരുടെ കയ്യിലിരിക്കും. വിമാനം നിങ്ങളുടെയാണ്, നിങ്ങൾ കാശ് കൊടുത്തതാണ്, പക്ഷേ ഓടിക്കുന്നത് തമ്പുരാനാണ്. തമ്പുരാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ഓടിക്കാതിരിക്കാനും പറ്റും. തമ്പുരാൻ 2 ദിവസം വന്നില്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് മുടങ്ങും. ഈ രീതിയിൽ നിങ്ങളുടെ ഈ എയർ ട്രാഫിക് മുഴുവൻ നിയന്ത്രിക്കാൻ അവർക്ക് സാധിക്കും, മാനുവലി, വിത്തൗട്ട് എനി ടെക്നോളജി. അവരുടെ ആൾക്കാരെ വെച്ചിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതെല്ലാം ഈ കോർപ്പറേറ്റുകളിൽ നടക്കുന്ന യുദ്ധങ്ങളുടെ ഒരു ഭാഗമാണ്. അപ്പോൾ ആ യുദ്ധത്തിൽ നമ്മൾ അറിഞ്ഞും അറിയാതെയും എല്ലാം പക്ഷം പിടിക്കുന്നു എന്നുള്ളതാണ് നമ്മളുടെ ഒരു പ്രശ്നം. നമുക്ക് ഈ ഒരു കോംപ്ലക്സ് ഉണ്ട് ഇപ്പോഴും. വെള്ളക്കാരൻ പറഞ്ഞാൽ നമ്മൾ കേൾക്കും, എന്തോ കാര്യമുണ്ട്. വെള്ളക്കാരൻ നുണ പറയില്ല, അവൻ സത്യമേ പറയുള്ളൂ. W ബ്രണ്ടൻ്റെ ലേഖനം. ആരാണ് ബ്രണ്ടൻ എന്ന് പോയി പറയണ്ട. ഇപ്പം ഈ നടക്കുന്ന ഇതില്ലേ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഇത് ആദ്യം തുടങ്ങി. ഇപ്പോൾ വോട്ടർ പട്ടിക ഉണ്ടായ കാലം മുതൽ അതിൽ ക്രമക്കേട് വരികയും അത് തിരുത്തുകയും ഇങ്ങനെ പൊയ്ക്കൊണ്ട് അത് നവീകരിക്കുകയും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ബട്ട് ഇതിപ്പോൾ പെട്ടെന്ന് എന്തോ ഒരു പുതിയ സാധനം പോലെ ഇത് ഒരു വിദേശ രാജ്യത്തിൻ്റെ, നമ്മൾ ഡീപ് സ്റ്റേറ്റ് എന്നൊക്കെ വിളിക്കുന്നു, അതിൻ്റെ ആൾക്കാരെ നമുക്ക് തൊട്ട് കാണിക്കാൻ പറ്റില്ല. അവരുടെ അജണ്ടയാണ് സകല TV ചാനലും കേരളത്തിൽ പോലും ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. തൃശ്ശൂർ ഓരോ വീട്ടിൽ പോയിട്ട് ഈ പൊട്ടത്തലമൊക്കെ വിളിച്ച് പറയുക, ഇവിടെ വോട്ട് ചെയ്ത ആളിനെ ഇവിടെ കാണുന്നില്ല, അയാളെ വേറൊരു മറ്റേ കവലയിൽ അവിടെ നിന്ന് സിഗരറ്റ് വലിക്കുന്ന കണ്ടു എന്നൊക്കെ പറഞ്ഞ് അതെന്തോ വലിയ സംഭവമാണ്. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ശരിയാണല്ലോ, വോട്ട് ചെയ്ത ആൾ വീട്ടിലുണ്ടാവുന്നുണ്ട്, സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ട് പിന്നെ ഇയാൾ ഇവിടെ പോയി കാണുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇതുപോലെ ഫോൾസ് നെറേറ്റീവ് ഓടിപ്പിച്ച ആൾക്കാരെ പരിഭ്രമിപ്പിക്കുക. അപ്പോൾ ഇപ്പോൾ KC വേണുഗോപാലൊക്കെ സഞ്ചരിച്ച വിമാനം, KC വേണുഗോപാലിന് കൊമ്പൊന്നും ഇല്ല, നമ്മളൊക്കെ സഞ്ചരിക്കുന്ന പോലെയുള്ളൂ KC വേണുഗോപാൽ സഞ്ചരിക്കുന്നു. ആ വിമാനത്തിന് സംഭവിച്ചത് എന്താണെന്ന് അവർ ക്ലാരിഫിക്കേഷൻ പറഞ്ഞു. ആ മഴയും കാറ്റുമൊക്കെ ആയിരുന്നു.
അത് ഇറങ്ങാൻ തീരുമാനിച്ചു. ലാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയപ്പോൾ പൈലറ്റ് റൺവേയിൽ ഫോറിൻ മെറ്റീരിയൽ കിടക്കുന്ന കണ്ടു. മറ്റെന്തെങ്കിലും വസ്തുവാകാം, കാറ്റത്ത് പറന്ന് വന്നതാകാം, എന്തുമാകാം. ഇതെന്താണെന്നറിയാതെ വിമാനം അതിൽ കൊണ്ടുചെന്ന് ഇടിക്കാൻ പറ്റുമോ? ഒരു കടലാസോ വല്ലതൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ചക്രങ്ങൾ കുരുങ്ങി അങ്ങ് പൊടിഞ്ഞ് തെറിച്ചൊക്കെ പോയെന്ന് വരും. അതല്ലെങ്കിൽ എന്ത് ചെയ്യും? അങ്ങനെ ഈ ലാൻഡിങ് അബോർട്ട് ചെയ്തു. വീണ്ടും ടേക്ക് ഓഫ് ചെയ്തു. ATCയിൽ വിളിച്ച് പറഞ്ഞു, ഞാൻ ലാൻഡിങ് അബോർട്ട് ചെയ്യുകയാണ്, ടേക്ക് ഓഫ് ചെയ്യാണ്, ദർ ഇസ് സം ഫോറിൻ മെറ്റീരിയൽ ഇൻ ദ റൺവേ. അവർ വണ്ടി എടുത്ത് റൺവേയിൽ വന്ന് ഓടിപ്പാഞ്ഞ് നോക്കി. അവിടെ കിടന്ന് എന്തോ ഫിഷിംഗ് നെറ്റോ സംതിങ് കാറ്റത്ത് പറന്ന് വന്ന ഫോറിൻ മെറ്റീരിയൽ, ഫോറിൻ ഒബ്ജക്റ്റ് എന്നേ അവരും പറയുന്നുള്ളൂ. ഫോറിൻ ഒബ്ജക്റ്റ് മാറ്റി വീണ്ടും ലാൻഡ് ചെയ്യാൻ അനുമതി കൊടുത്തു. ആ സമയം വരെ ഇയാൾ എന്ത് ചെയ്യണം? ഇയാൾ മോളിൽ കറങ്ങും. ആദ്യത്തെ ലാൻഡിങ് തന്നെ ഒരു ഡൈവേർഷനായിരുന്നു. ചെന്നൈയിൽ ഇറങ്ങാനല്ല വിമാനം. ആ ഡൈവേർഷൻ എടുത്തിട്ട് ചെന്നൈയിൽ ഇറങ്ങണമെങ്കിൽ ഫ്യൂവൽ ഡംപ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് 5-6-7 തവണ കറങ്ങിയിട്ടാണ് ഫൈനലി ഇറങ്ങാൻ തീരുമാനിച്ചത്. ഇറങ്ങാൻ തീരുമാനിച്ച ആ ലാൻഡിങ് അബോർട്ട് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇവർ ഇതെല്ലാം കണക്കൂട്ടിയാണ് ഫ്യൂവൽ ഡംപ് ചെയ്യുന്നത് കേട്ടോ. ഫ്യൂവൽ മുഴുവൻ ഡംപ് ചെയ്തിട്ട് നമ്മൾ ഇറങ്ങാൻ പോകുമല്ലേ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങാൻ നേരത്ത് ഇറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ അതുകൊണ്ട് ഒരു റൗണ്ടിനും കൂടെയുള്ള ഫ്യൂവലും വെച്ചിട്ടാണ് ഇവർ ഇറങ്ങാൻ നോക്കുന്നത്. അപ്പോൾ ഇറങ്ങാൻ പറ്റിയില്ല. അയാൾ കൂളായിട്ട് ഒരു റൗണ്ട് കൂടെ അടിച്ചിട്ട് വന്നിറങ്ങി. ശരി, ആ ഒരു റൗണ്ടിൽ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിലോ ഇറ്റ് ഈസ് എമർജൻസി. പിന്നെ ഈ ഫോറിൻ മെറ്റീരിയൽ വെച്ചുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് ഇറങ്ങും. വരുന്നത് വരട്ടെ, മരിക്കുന്നവർ മരിക്കും, ബാക്കിയുള്ളവരെങ്കിലും രക്ഷപ്പെടും. ഇതൊക്കെയാണ് അതിൻ്റെ ടെക്നോളജി. അപ്പോൾ ഇത് പൊലിപ്പിച്ച് വലുതാക്കി ഒരു നരേറ്റീവ്. എയർ ഇന്ത്യ ശരിയല്ല, എയർ ഇന്ത്യ ശരിയല്ല. ഇൻഡിഗോയ്ക്കും ഈ പ്രശ്നമൊക്കെ പറ്റിയിട്ടുണ്ട്. 32 തവണ ഇൻഡിഗോയുടെ ടൈൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പുറകുവശം ടച്ച് ചെയ്യുമോ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. 18 തവണ മറ്റോ ഇൻഡിഗോയുടെ ഒരു ലേഡി പൈലറ്റ് അവർ മുൻവശത്തെ ടയറിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. ഇത് ATCയിലെ ഒരാൾ, ATC ലക്നൗവിൽ മറ്റോ കാഷ്വലായിട്ട് അയാൾ നോക്കി ഗ്ലാസ്സിൽ കൂടെ നോക്കുമ്പോൾ ഇറങ്ങുന്നത് കാണാനില്ല. അപ്പോൾ ഈ സ്ത്രീ ഇറക്കുന്നത് ആദ്യം മുൻവശത്തെ ടയർ ടച്ച് ചെയ്യും, പിന്നെയാണ് പുറകുവശത്തെ ടയർ ടച്ച് ചെയ്യും. സത്യത്തിൽ പുറകുവശം ടച്ച് ചെയ്താണ് ഇറങ്ങുന്നത്, പിന്നെയാണ് മുൻവശം ടച്ച് ചെയ്യുന്നത്. കാക്കയൊക്കെ വന്നിരിക്കുമ്പോൾ നമുക്ക് കാണാമല്ലോ, കാക്കയൊന്നും മെല്ലെ പൊങ്ങിയിട്ട് 2 കാലിൽ ഇറങ്ങുക. ഇതുപോലെയാണ് വിമാനം ഇറങ്ങേണ്ടത്. ഇയാൾ അതപ്പം തന്നെ ഇഷ്യൂ ആക്കി. അപ്പോഴാണ് അറിയുന്നത് ആ സ്ത്രീ ധരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് വിമാനം ഇറക്കേണ്ടത്. അപ്പോൾ എന്ത് ട്രെയിനിങ് അവർക്ക് കൊടുത്തിരിക്കുന്നു? ഇതുപോലത്തെ പ്രശ്നങ്ങൾ എയർ ഇന്ത്യക്ക് മാത്രമല്ല എല്ലാവർക്കും ഉണ്ട്. കുറേശ്ശെ അവിടെ ഇവിടെയൊക്കെ ശ്രദ്ധക്കുറവുണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. ബട്ട് എയർ ഇന്ത്യയെ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളത് സത്യമാണ്. എയർ ഇന്ത്യക്ക് എന്ത് സംഭവിച്ചാലും ടാർഗറ്റ് ചെയ്യുന്നു. പൊതുവേ ഇന്ത്യയിൽ ഓടുന്ന, ഞാൻ ഡൊമസ്റ്റിക്കിൽ കയറിയിട്ടുള്ളൂ, ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലൊന്നും പോയിട്ടില്ല. ഈ സെക്യൂരിറ്റിയേക്കാൾ കൂടുതൽ ഫെസിലിറ്റി ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ ഇന്ത്യൻ ജനത. സെക്യൂരിറ്റി നമുക്കും വലിയ വിഷയമാണ്. സുഖമായിട്ട് പോയാൽ മതി. നമുക്ക് നമ്മുടെ വൈഫൈ വർക്ക് ചെയ്യണം, AC വർക്ക് ചെയ്യണം, നല്ല കുഷനുള്ള സീറ്റ് വേണം, ക്ലീൻ ആയിരിക്കണം, അത് ഇതൊക്കെ. പിന്നെ കിട്ടുന്ന ഭക്ഷണത്തിന് ക്വാളിറ്റി വേണം. ഇതൊക്കെയാണ് നമ്മുടെ വാശി. അല്ലാതെ ആ ഫ്ലൈറ്റ് സേഫ് അല്ല, ഈ സമയത്ത് ഇതേ കാറ്റും മഴയാണ്, ഇപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. എടുക്കണോ, ഇതെന്താ ഇത് ഇത്ര വലിയ കാര്യം, ഇങ്ങനെ പറഞ്ഞ് ബഹളം വയ്ക്കുന്ന ആൾക്കാരാണ്. ഫ്ലൈറ്റ് സേഫ്റ്റിക്ക് പ്രാധാന്യം കൊടുക്കുകയും മറ്റ് സാധനങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, എയർ ഡെക്കാൻ, ഇപ്പം എനിക്ക് നാക്കിൽ വരുന്നില്ല. അദ്ദേഹമാണ് ഈ ലോ കോസ്റ്റ് ഫ്ലൈറ്റ് എന്നുള്ള സങ്കല്പം കൊണ്ടുവന്നത്. ഈ ഫ്ലൈറ്റിലെ അലങ്കാരങ്ങളൊക്കെ മാറ്റുക. ഇവിടുന്ന് ചെന്നൈക്ക് പോകുന്ന 1 മണിക്കൂറിനുള്ളിൽ ആരും ഭക്ഷണം കഴിക്കാതെ മരിച്ചു പോകാൻ പോകുന്നില്ല. നിങ്ങൾ ഭക്ഷണം കൊടുക്കണ്ട, നിങ്ങൾ ഈ മിഠായി കൊടുക്കണ്ട, ഈവൻ വെള്ളം പോലും നിങ്ങൾ കൊടുക്കണ്ട. അവരവർ സ്വന്തം ബോട്ടിൽ, ചെറിയ ബോട്ടിൽ വേണേൽ കൊടുക്കും, അല്ലെങ്കിൽ അത്യാവശ്യം വെള്ളം കൊടുക്കുക. അതിന് വെള്ളം ഫ്ലൈറ്റിൽ സ്റ്റോർ ചെയ്താൽ മതി, അത് ഗ്ലാസ്സിൽ കുടിക്കാൻ കൊടുത്താൽ മതി. ഈ കുപ്പിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. ഈ അലങ്കാരങ്ങൾ മുഴുവൻ നിർത്തുക, അനാവശ്യമായി സീറ്റ് പോഷാക്കുക, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ടേക്ക് കെയർ ഓഫ് ദ ഫ്ലൈറ്റ് സേഫ്റ്റി ആൻഡ് ലാൻഡ് ദം സേഫ്ലി. ബാക്കി കാര്യം അവർ നോക്കിക്കോളും. ബട്ട് സംഭവം
അത് കൊള്ളാമെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ലോ കോസ്റ്റ് ഫ്ലൈയിങ് ഒക്കെ തുടങ്ങിയിട്ട് മെല്ലെ 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 അത് ഇല്ലാതെയായി. ഇപ്പോൾ വീണ്ടും ആളുകൾക്ക് ഫ്ലൈറ്റ് ലീവ് ഫെസിലിറ്റി വേണം, സെക്യൂരിറ്റി കാര്യമായിട്ട് എടുക്കുന്നില്ല. അത് സായിപ്പന്മാർ മുതലെടുക്കുന്നു. അവിടെയാണ് ബോയിങ്ങും എയർബസും അല്ലേ ഉള്ളൂ. ബോയിങ് അതിൽ കള്ളക്കളി കളിക്കുന്നു. ബോയിങ്ങിൻ്റെ തന്നെ ജോലിക്കാർ പലതവണ പറഞ്ഞിട്ടും അതൊക്കെ ഈ നരേറ്റീവ് വെച്ച് മറിയും. അല്ല, ബോയിങ്ങിനേക്കാളും മികച്ചത് എയർബസ് ആണെന്നൊരു അഭിപ്രായമുണ്ടോ? അങ്ങനെ എനിക്ക് അതിൻ്റെ അത്രയ്ക്കുള്ള നോളജൊന്നുമില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ഓവറോൾ ഇന്ത്യയിൽ നടന്ന അപകടങ്ങളിലൊക്കെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ബോയിങ് ആണ് കൂടുതൽ. അതിനൊരു കാരണം ഉണ്ടാകും. ബോയിങ് ആയിരിക്കാം കൂടുതലുള്ളത്, എണ്ണത്തിൽ കൂടുതലുള്ളത്, അതുകൊണ്ടും ആയിരിക്കാം. ബട്ട് ഫലത്തിൽ എയർ ഇന്ത്യയെ ടാർഗറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് ശരിയാണ്. ആരായിരിക്കും എയർ ഇന്ത്യ ടാർഗറ്റ് ചെയ്യുന്നത്? കോർപ്പറേറ്റ് വേൾഡിൽ തന്നെ ആൾക്കാരുണ്ടാവും. എന്താവും അവരുടെ ലക്ഷ്യം? ഈ ഇന്ത്യയിൽ ഇപ്പോൾ ലുഫ്താൻസ വന്നു, മോദി ലുഫ്ത് എന്ന് പറഞ്ഞിട്ട്. ലുഫ്താൻസ ക്ലിക്ക് ചെയ്തില്ല. സിംഗപ്പൂർ എയർലൈൻസ് ടാറ്റയുമായിട്ട് ടൈപ്പ് ചെയ്യാൻ നോക്കി, അത് ക്ലിക്ക് ചെയ്തില്ല. ലോട്ട് ഓഫ് എക്കണോമിക് കോൺട്രാക്ച്വൽ പ്രോബ്ലംസ് ഒക്കെ വന്നിട്ട് ഒരു ഫോറിൻ എയർലൈനിന് ഇന്ത്യയിൽ പിടിമുറുക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പോഴും ഇന്ത്യൻ എയറോസ്പേസ് ഇൻഡസ്ട്രി, നമ്മളുടെ ഈ ഫ്ലൈയിങ് ഇൻഡസ്ട്രി ഇൻടാക്റ്റാണ്. അപ്പോൾ അത് അങ്ങനെ നിർത്താൻ അനുവദിക്കില്ല. ലോകത്ത് ഏറ്റവും വേഗം വളർന്നു വരുന്ന ഒരു എയർ സ്പേസ് എന്ന് പറയുന്നത് ഇന്ത്യയുടെയാണ്. നമ്മളിപ്പോൾ എത്രയാ ഇൻഡിഗോയും ടാറ്റയും ഒക്കെ ചേർന്നിട്ട് 1000 ഇല്ല 2000 മറ്റോ ആയിട്ടുണ്ട് ഇപ്പോൾ ഓർഡേഴ്സ് ബോയിങ്ങിനും. വലിയ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും വലിയൊരു മാർക്കറ്റാണ്. അപ്പോൾ ആ മാർക്കറ്റിൽ എക്സിസ്റ്റിംഗ് വലിയൊരു ഭീമനെ തകർക്കാൻ നിങ്ങൾക്ക് സാധിച്ചാൽ ആ വാക്വത്തിലേക്ക് നിങ്ങൾക്ക് അങ്ങനെ തകർക്കാൻ ആരെങ്കിലും തീരുമാനിച്ചാൽ തന്നെ ഈ പറയുന്ന ചില കുഴപ്പങ്ങൾ, ഇപ്പോൾ ഡോർ അടയുന്നില്ല, AC വർക്ക് ചെയ്യുന്നില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ എയർ ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? മനഃപൂർവ്വം ആരെങ്കിലും? അല്ല, അത് എക്കണോമിയുടെ ഒരു പ്രശ്നവും കൂടെയാണ്. ഈ വിമാനം പറക്കുമ്പോൾ മാത്രമേ ലാഭം ഉണ്ടാവുള്ളൂ. വിമാനം നിലത്തിറങ്ങി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം തുടങ്ങുകയാണ്. വീണ്ടും അത് എയർബോൺ ആയി കഴിയുമ്പോഴാണ് ഈ നഷ്ടം വൈപ്പ് ഔട്ട് ചെയ്ത് അവൻ ലാഭത്തിലേക്ക് പോകും. എല്ലാ കമ്പനികൾക്കും ഈ സാധനം ആകാശത്ത് പറന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ഇതിനിടയ്ക്ക് ഈ മൈനർ മെയിൻ്റനൻസിന് സമയമില്ല. ഒരു ABC A എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് അറ്റൻഡ് ചെയ്യേണ്ടത്, B എന്ന് പറഞ്ഞാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ ചെയ്യേണ്ടത്, C 3 ആഴ്ചയ്ക്കുള്ളിൽ ചെയ്യേണ്ടത്. ഈ C പലപ്പോഴും അറ്റൻഡ് ചെയ്യുകയില്ല. മാത്രമല്ല ഇവർ ചെയ്യുന്നത് സിയുടെ കമ്പോണൻ്റ് എടുത്തിട്ട് വേറൊരു വിമാനത്തിലിടും. അപ്പോൾ അതിൻ്റെ C ആയിട്ട് മാറും ഇത്. കുറച്ച് അവിടെ നിന്ന് 3 ആഴ്ച കിട്ടും. പിന്നെ അവിടെ 3 ആഴ്ച തികയാറായി കഴിയുമ്പോൾ അതെടുത്തിട്ട് ഇതിനകത്ത് ഫിറ്റ് ചെയ്യും. അപ്പോൾ വീണ്ടും 3 ആഴ്ച ഇവിടെ കിട്ടും. ഇങ്ങനെയൊക്കെയുള്ള മാനിപ്പുലേഷൻസ് ചെയ്യും. അതിലാണ് ഈ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പെർസിസ്റ്റ് ചെയ്യുന്നത്. കാരണം വിമാനം ആകാശത്ത് നിൽക്കാതെ ലാഭമില്ല. എപ്പോഴാണോ ഇത് താഴെ ഇറങ്ങുന്നത് അപ്പോൾ നഷ്ടമാണ്. നഷ്ടം തുടങ്ങിക്കഴിഞ്ഞു. വെറുതെ ഐഡിയലായിട്ട് കിടന്ന പ്രശ്നമാണ്. അതിന് ഈ ഒറ്റ ഫ്ലൈറ്റ് സ്വിംഗ് നോക്കിയാൽ മതി. പൂന കൊച്ചി ഒരു ഫ്ലൈറ്റ് ഉണ്ട്. രാത്രി 1.25 മണിക്കോ മറ്റാണ് പൂനെയിൽ നിന്ന്. ഇത്ര ഓഡ് അവറിലൊരു ഫ്ലൈറ്റ് തുടങ്ങുന്നത് എന്തുകൊണ്ടാണ്? 1.25 മണിക്ക് പൂന, എന്നിട്ട് 1.25 മണിക്കൂർ വന്നിട്ട് പൂന കൊച്ചി, എന്നിട്ട് ഇവിടെ വന്ന് ഇറങ്ങുന്നതും ഓഡ് അവറിലാണ്, അവിടെ നിന്ന് തുടങ്ങുന്നതും ഓഡ് അവറിലാണ്. ബട്ട് എന്തിനീ ഫ്ലൈറ്റ് എന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നാറുണ്ട് ഷെഡ്യൂളിൽ ഇത് കാണുമ്പോൾ. ആരെ ഇതിൽ ഫുള്ളാണത് എപ്പോഴും. കാരണം ആളുകൾക്ക് വേറെ ഫ്ലൈറ്റ് ഇല്ല. ബട്ട് എന്തുകൊണ്ട് ഈ സമയം രാത്രി ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഈ പ്രോഫിറ്റിന് ഇത് ആവശ്യമാണ്. ഈ ആ ഫ്ലൈറ്റ് കൊച്ചിയിൽ വന്നിട്ട് കൊച്ചിയിൽ നിന്ന് രാവിലെ കൊച്ചി ബോംബെ ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും പറക്കാനുള്ളതായിരിക്കും. എനിവേ പൂനെ ടു കൊച്ചി അവർക്ക് രാത്രി പറഞ്ഞേ പറ്റുള്ളൂ. സോ ദേ കൺവേർട്ടഡ് ഇൻ ടു എ കൊമേഴ്ഷ്യൽ ഫ്ലൈറ്റ് അറ്റ് ദ ഓഡ് അവേഴ്സ്. ദേ നോ ഇന്ത്യൻ പബ്ലിക് വിൽ ട്രാവൽ ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ഓപ്ഷൻ. ഇങ്ങനെയൊക്കെ ചെയ്യുന്നു വെപ്രാളത്തിൽ. അപ്പോൾ അതും ഒരു ഘടകമാണ്. അപ്പോൾ ഏതായാലും തുടർച്ചയായിട്ട് ഈ എയർ ഇന്ത്യയുടെ വാർത്തകൾ വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു സംശയം കൂടെ വരണം, ഇത് ഈ സംവിധാനത്തെ തകർക്കാനാണോ എന്നുള്ളത്, അല്ലേ? അല്ലേ, എയർ ഇന്ത്യയ്ക്കും അതിൻ്റെ ഒരു സീരിയസ്നെസ് ഇല്ല. ഇപ്പോൾ അഹമ്മദാബാദ് അപകടത്തിന് ശേഷം ഒരു നോൺ പെർഫോമിങ് ആയിട്ട് പെരുമാറിയത് എയർ ഇന്ത്യയാണ്.
ഒരു കൺസേണും അവരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ഒരു സ്റ്റാൻഡേർഡ് ഒരു അറിയിപ്പ്, ഞങ്ങൾക്ക് വലിയ സങ്കടമുണ്ട്, മരിച്ചുപോയവർക്ക് നഷ്ടപരിഹാരം കൊടുക്കും, കഴിയും. അതിനുശേഷം അവരുടെ ഒരു സ്റ്റേറ്റ്മെൻറ്റോ സംഗതി ഈ കോൺട്രവേഴ്സി നടന്നിട്ട് അവരുടെ ഒരു എക്സ്പ്ലനേഷനോ ഒന്നും തന്നെയില്ല. അവരുടെ ആൾ മുമ്പിൽ നിൽക്കണ്ടേ, അവരുടെ ഫ്ലൈറ്റല്ലേ ഈ വീണത്. ടാറ്റയുടെ ആണ് എയർ ഇന്ത്യ എന്ന് പറയുമ്പോഴാണ് ടാറ്റയുടെ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാത്ത ഒരു വീഴ്ച, ഉദാസീന ഭാവമാണ്. ടാറ്റ എന്ന് പറയുമ്പോൾ എല്ലാവരും ഈ JRD ടാറ്റയെ മനസ്സിൽ കണ്ടിട്ടാണ് ടാറ്റ എന്ന് പറയുന്നത്. അദ്ദേഹമാണ് ഈ എയർ ഇന്ത്യ തുടങ്ങിയത്. പിന്നെ അത് ദേശസാൽക്കരിച്ചു. ഇപ്പോൾ അത് മോദി തിരിച്ചു കൊടുത്തു. ചേട്ടൻ്റെ സാധനം ചേട്ടനെടുത്ത്. ഇത് കേന്ദ്ര സർക്കാർ വിഷമിച്ചു ഈ സാധനം കൊണ്ടിറക്കാനായിട്ട്. എത്ര സമരം, വഴക്ക്, ബഹളം ഒക്കെ ആയിട്ട് നമ്മൾ നടത്തിക്കില്ല. അവസാനം തിരിച്ച് സറണ്ടർ ചെയ്തു. അപ്പോൾ JRD ടാറ്റയും മരിച്ച്, രത്തൻ ടാറ്റയും മരിച്ച്, ടാറ്റ എന്നുള്ള പേരുണ്ട്. അത് നടത്തിക്കൊണ്ടുപോകാൻ സാമർഥ്യമുള്ള ആൾക്കാരുണ്ടോ? ഐ ഡോണ്ട് തിങ്ക് സോ. ടാറ്റ എംപയറിൽ ഒരു പക്ഷേ മോശമായിട്ട് ഓടുന്ന ഒരു സാധനം എയർലൈൻസ് ആയിരിക്കും. ഏതായാലും നമുക്ക് ഈ വിമാനയാത്ര ഇപ്പോൾ ഒരു ആഡംബരം അല്ലാത്തൊരു കാലമാണ്. അത്യാവശ്യത്തിന് മനുഷ്യർ പോയേ പറ്റുള്ളൂ. ആ സമയത്ത് നമ്മൾ പറക്കുന്ന വിമാനങ്ങൾ സേഫ് അല്ല എന്നുള്ളത് ഒരു വലിയ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യമാണ്. അത് സർക്കാർ, എയർ ഇന്ത്യ, ടാറ്റ എല്ലാവരും ശ്രദ്ധിച്ചാൽ. ബേസിക്കലി ദിസ് റെസ്പോൺസിബിലിറ്റി ലൈസ് വിത്ത് DGCA, ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ. അത് സീരിയസ് ആയിട്ട് അവരെടുക്കാതെ അതൊരു ഇൻഡിപെൻഡൻ്റ് അതോറിറ്റി ആയിരിക്കണം. അത് മനസ്സിൽ കണ്ടിരിക്കുന്നത് ഇൻഡിപെൻഡൻ്റ് അതോറിറ്റി ആയിട്ടാണ്. നോട്ട് റിപ്പോർട്ടിംഗ് ടു സിവിൽ ഏവിയേഷൻ മിനിസ്റ്റർ എനിബഡി. അത് ഇൻഡിപെൻഡൻ്റ്, ഈ സുപ്രീം കോടതി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു അതോറിറ്റി ആയിട്ട് DGCA നിൽക്കണം. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ സേഫ്റ്റിയിൽ കയറിയിട്ട് സ്ട്രോങ് ആയിട്ട് ഇടപെടാൻ പറ്റും. ആ 4 തവണ ഫ്ലൈറ്റ് എടുക്കാൻ സമ്മതിക്കാതെ ഉടക്കി ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാവുന്നേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു നടപടി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം, നമുക്ക് ആശിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.